റഷ്യയും ഇന്ത്യയും ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിലൊരു ആണവ നിലയം പണിയുന്നുണ്ട്. ആണവ നിലയം പണിയുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ മാറിയ ഭരണകൂടം, അതായത് യൂനുസിൻ്റെ ഭരണകൂടം പറയുന്നത് ഇത് ഹസീനയുമായി ബന്ധപ്പെട്ട് അവർ വലിയ അഴിമതി ഇതിൽ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ആണവ നിലയത്തിന് പിന്നിൽ പല ഉദ്ദേശങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യക്ക് നേരെയുള്ള ഒരു ഒളിയമ്പാണ് ഇവർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെങ്കിലും നേരെ പണി കിട്ടിയത് റഷ്യക്കാണ്. കാരണം റഷ്യയാണല്ലോ ഇതിൻ്റെ മെയിനായിട്ടുള്ള കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ റഷ്യക്ക് ശക്തമായ രീതിയിലുള്ള ഒരു വിയോജിപ്പ് ഇക്കാര്യത്തിലുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ റഷ്യ ബംഗ്ലാദേശിനെ ചവിട്ടിക്കൂട്ടുമെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. എന്താണ് അതായത് ഈ ബംഗ്ലാദേശ് ആണവ ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നു. അപ്പോൾ ആ സ്ഥാപിക്കുന്നത് റഷ്യയാണ്. കാരണം വലിയ ഊർജ്ജ പ്രതിസന്ധിയാണ് ബംഗ്ലാദേശിനുള്ളത്. നമുക്കറിയാലോ, അദാനിയുടെ കമ്പനിയാണ് അവിടേക്ക് വൈദ്യുതി നൽകുന്നത് പോലും. അപ്പോൾ ഇത്തരത്തിലുള്ള ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ഒരു പതിറ്റാണ്ട് മുമ്പ് അന്ന് അവിടെ ഭരണത്തിലുണ്ടായിരുന്ന ഷെയ്ഖ് ഹസീന ഭരണകൂടം തീരുമാനമെടുക്കുന്നു. അങ്ങനെ 2008 ചൈന അവിടെ ഒരു ആണവ നിലയം സ്ഥാപിക്കാനായിട്ട് പദ്ധതിയൊക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നു. പക്ഷേ ഇന്ത്യ അതിനെ എതിർത്തു. അന്ന് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ നല്ല അടുപ്പമാണ്. അപ്പോൾ ഇന്ത്യയുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ഒരു ആണവ നിലയം ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനൊന്നും സ്ഥാപിക്കാൻ പറ്റില്ല. അങ്ങനെ നിന്നപ്പോഴാണ് 2011 റഷ്യ അവിടെ ആണവ നിലയം സ്ഥാപിക്കാം ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായിട്ട്. ഏതാണ്ട് 1200 മെഗാവാട്ടിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. പക്ഷേ ഇന്ത്യ കൂടെ അതിനോട് സഹകരിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെടുന്നു. അങ്ങനെ റഷ്യയിലെ സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള റോസാറ്റം എന്ന് പറയുന്ന ഒരു കമ്പനി അവിടെ ഒരു ആണവ പദ്ധതിക്ക് തുടക്കം കുറിക്കാനായിട്ട് പോകുന്നു. അതിൻ്റെ ഉപകരാറ്, ഇൻഫ്രാസ്ട്രക്ചർ ഇതൊക്കെ നൽകേണ്ടത് ഇന്ത്യൻ കമ്പനികളാണ്. അങ്ങനെ ഇന്ത്യയും റഷ്യയും കൂടെ സംയുക്തമായി ഇത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം ഇന്ത്യയും റഷ്യയും തമ്മിൽ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ചെറിയ അസൂയ അമേരിക്കയ്ക്കുണ്ട്. കാരണം എന്താ, അമേരിക്കയ്ക്ക് ആ കരാർ കിട്ടാതെ റഷ്യ ആ കരാറുമായിട്ട് വരുന്നു. ഒപ്പം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരടുപ്പം. ഇപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിലവിലെ ബംഗ്ലാദേശ് ഭരണകൂടത്തിൻ്റെ തലവനായ മുഹമ്മദ് യൂനിസ് പറയുകയാണ്, ഷെയ്ഖ് ഹസീനയും അവരുടെ കുടുംബാംഗങ്ങളും ചേർന്ന് വലിയ അഴിമതി നടത്തി, $500 കോടി അഴിമതി നടത്തിയതാണ്. അപ്പോൾ $5 ബില്യൺ അഴിമതി നടത്തിയത് ഈ ഷെയ്ഖ് ഹസീനയും അവരുടെ മകനായ നജീബ് വാസദും അനന്തരവളായ തുലിപ് സിദ്ദിഖും ചേർന്നാണ്. അപ്പോൾ തുലിപ് സിദ്ദിഖ് എന്ന് പറയുന്നത് UK ട്രഷറി മന്ത്രി കൂടിയാണ്. ഇവർ ചേർന്ന് മലേഷ്യയിലെ ബാങ്ക് വഴി ഇത്രയും വലിയ പണം തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. അപ്പം ബംഗ്ലാദേശിലെ അഴിമതി വിരുദ്ധ കമ്മീഷനുണ്ട്, അവരാണ് ഇത് കണ്ടെത്തിയത്. ഇത് ഈ പറയുന്ന മുഹമ്മദ് യൂനിസിൻ്റെ മുന്നിലേക്ക് വെക്കുന്നു. അപ്പോൾ അഴിമതി വിരുദ്ധ കമ്മീഷൻ ഇപ്പോൾ കണ്ടെത്തിയത് സത്യത്തിൽ ഇന്ത്യക്കുള്ളൊരു പണിയാണ്. അപ്പോൾ ഇന്ത്യയെ ഈ പദ്ധതിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനൊരു പണിയുമായിട്ട് വന്നപ്പോൾ ആത്യന്തികമായി അത് ചെന്ന് തറച്ചത് റഷ്യയുടെ തലയിലേക്കാണ്. കാരണം റഷ്യയിലെ റോസാറ്റം എന്ന് പറയുന്ന കമ്പനി വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ റഷ്യക്ക് നേരെ അവർ ചെന്നപ്പോൾ അവർ പ്രതികരിക്കാൻ പോകുന്നു. അപ്പോൾ ഇവിടെ US-ഉം ഡീപ് സ്റ്റേറ്റും കൂടെ ചേർന്നാണ് ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തിയത്. ആ ബംഗ്ലാദേശിൽ അട്ടിമറി നടത്തുകയും ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിനെ കൊണ്ടുവരികയും ചെയ്തു. ഒപ്പം 2025 ആകുമ്പോഴേക്കും അവിടുത്തെ പവർ പ്രശ്നത്തിന് ഒരു പരിഹാരമായിട്ട് ഈ പദ്ധതി അവിടെ നിലവിൽ വരികയും ചെയ്യും. അതുണ്ടാകരുത്, അതിനെ അട്ടിമറിക്കണം. ഇതിനകത്ത് അമേരിക്കയുടെ താല്പര്യമുണ്ട്. അപ്പം ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിൽ നിന്ന് 160 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള റൂപൂർ ആണവ നിലയം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. ഇതിനായിട്ടുള്ള എല്ലാ ആരംഭ പ്രവർത്തനങ്ങളെല്ലാം നടന്നു. ഏതാണ്ട് അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ബംഗ്ലാദേശിൽ അട്ടിമറി നടക്കുന്നത്. അപ്പോൾ ഇനി ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകരുത്. അപ്പോൾ അതിനൊരു അഴിമതി ആരോപണം ഉന്നയിക്കണം. അതിനാണ് 1265 ബില്യൺ, ക്ഷമിക്കണം, 12.65 ബില്യൻ്റെ ഒരു വലിയ മെഗാ പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൽ $5 ബില്യൺ ഷെയ്ഖ് ഹസീന തട്ടിയെടുത്തു എന്ന് പറയുന്നു. അപ്പം ഷെയ്ഖ് ഹസീന ഇവിടെ പ്രതിക്കൂട്ടിലാകുന്നു. ഒപ്പം തന്നെ ഈ റഷ്യയും പ്രതിക്കൂട്ടിലാകുന്നു. റഷ്യ പറയുന്നു, ഞങ്ങളുടെ കമ്പനിക്കെതിരെ അനാവശ്യമായ ആരോപണം ഉന്നയിക്കരുത്, ഞങ്ങൾ വളരെ സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്, മാത്രമല്ല കൃത്യമായ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്, അനാവശ്യമായ ഇടപെടൽ നടത്തിയാൽ കോടതിയിൽ ഞങ്ങൾ ഇത് തെളിയിക്കാൻ ബാധ്യസ്ഥരാണ്, ഞങ്ങൾ തയ്യാറുമാണ്. ഒപ്പം തന്നെ ഈ ഷെയ്ഖ് ഹസീനയുടെ മകനുണ്ട്. മകൻ പറയുകയാണ്, ഞങ്ങൾ ഇങ്ങനൊരു പണം കണ്ടിട്ടില്ല, മലേഷ്യൻ കമ്പനി വഴി അല്ലെങ്കിൽ മലേഷ്യയിലെ ബാങ്കുകൾ വഴി ഇങ്ങനൊരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വരട്ടെ. അതായത് ഞങ്ങൾ ഇങ്ങനൊരു പണം കണ്ടിട്ടില്ലെന്നും ഞാനും എൻ്റെ അമ്മയുമായ ഷെയ്ഖ് ഹസീനയും ഇത്തരത്തിലുള്ള യാതൊരു തട്ടിപ്പും നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞു. ഇവിടെ സംഭവിച്ചത് എന്താ, US-ന് ഇന്ത്യയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും ഇടപെടൽ ഇഷ്ടപ്പെടുന്നില്ല, കരാർ അമേരിക്കയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത്രയും വലിയൊരു പ്രോജക്റ്റുമായിട്ട് റഷ്യ മുന്നോട്ട് പോയാൽ
നാളെ ഒരു കാലത്ത് ബംഗ്ലാദേശിൽ വലിയ സ്വാധീനം റഷ്യക്കുണ്ടാവും, ഒപ്പം ഇന്ത്യക്കും ഉണ്ടാവും. അതുകൊണ്ട് എത്രയും വേഗം ഇത് തട്ടിത്തെറിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് അമേരിക്കയുടെ ഒരു സുരക്ഷാ ഉപദേഷ്ടാവുണ്ട് ജേക്ക് സള്ളിവൻ മുഹമ്മദ് യൂനിസുമായിട്ട് ചർച്ച നടത്തിയിട്ട് പറഞ്ഞു, ബംഗ്ലാദേശിലെ നിലവിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അമേരിക്കയുടെ എല്ലാ പിന്തുണയുമുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന അടുത്ത കാര്യങ്ങളോട് നിങ്ങൾ കേൾക്ക്, ഈ റഷ്യ അവിടെ നിന്ന് പുറത്താക്ക്. അപ്പോൾ റോസാറ്റം എന്ന് പറയുന്ന കമ്പനി വലിയ അഴിമതി നടത്തി അവിടെ കൈക്കൂലിയൊക്കെ കൊടുത്ത് സംഭവങ്ങൾ നടത്തുന്നതാണ്. അപ്പോൾ റഷ്യ ഈ പദ്ധതി ഏറ്റെടുക്കാൻ വന്നപ്പോൾ തന്നെ ഇന്ത്യയോട് ചോദിച്ചിരുന്നു, നിങ്ങൾ സഹകരിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ സഹകരിക്കുവാണെങ്കിൽ മാത്രമേ ഞങ്ങളുള്ളൂ. അപ്പം ഇന്ത്യയും അതായത് നരേന്ദ്രമോദി ഷേഖ് ഹസീനയൊക്കെ നല്ല ബന്ധമാണല്ലോ, ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇതിന് ഉപകരാർ കൊടുക്കും. അപ്പോൾ നിരവധി ഉപകരാറുകൾ ഏറ്റെടുത്തത് ഇന്ത്യയുടെ കമ്പനികളാണ്. മാത്രമല്ല ഇതിനൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമല്ലോ, അതെല്ലാം തന്നെ ഇന്ത്യൻ കമ്പനിയാണ്. കാരണം റഷ്യ എന്ന് പറയുന്നത് വളരെ ദൂരെയുള്ള രാജ്യമാണ്, ഇന്ത്യ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. അപ്പം നമുക്ക് അവിടെ സഹായിക്കാനും നമ്മുടെ കമ്പനികൾക്ക് ഇതിൽ ഉൾപ്പെടാനും ഒക്കെ വളരെ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലും നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ എന്താ പറയുന്നത്, മുഹമ്മദ് യൂനിസ് സർക്കാർ വന്നിച്ച് പറയുന്നു, ഞങ്ങളുടെ അഴിമതി വിരുദ്ധ കമ്മീഷൻ കണ്ടെത്തിയത് ഈ റോസാറ്റം കമ്പനിയിൽ നിന്ന് $5 ബില്യൺ ഇവർ അനധികൃതമായി തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ അഴിമതി അവിടെ നടന്നു. അപ്പോൾ ഷേഖ് ഹസീനയെ വിചാരണ ചെയ്യാനുള്ള അടുത്ത ഒരു കാരണമായി. 2 തവണ മുഹമ്മദ് യൂനിസ് സർക്കാർ നമ്മളോട് പറയുകയാണ്, ഷേഖ് ഹസീന എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി അവരുടെ രാജ്യത്തേക്ക് വിട്ടുകൊടുക്കണം, അവർക്ക് വിചാരണ ചെയ്യണം. ഇതിൻ്റെ കാരണം എന്താ, 20,000-ഓളം ആളുകൾ കൊല്ലപ്പെട്ട ഒരു സംഘർഷം, കലാപം അവിടെ നടന്നു. ഇതിന് ഉത്തരവാദി ഷേഖ് ഹസീനയാണ്. അപ്പോൾ അവരെ വിചാരണ നടത്തി ഒരുപക്ഷെ തൂക്കിലേറ്റാൻ വരെ സാധ്യതയുണ്ട്. അതാണല്ലോ അവരുടെ ഉദ്ദേശം അല്ലേ? അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഈ റഷ്യ ഇപ്പം ഇന്ത്യയുടെ സഹായത്തോടുകൂടി അവിടെ പദ്ധതി നടപ്പാക്കുമല്ലോ, അതുകൊണ്ട് റഷ്യയും ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ വലിയ പിന്തുണ കിട്ടി. ഇതിനെ ഡീപ് സ്റ്റേറ്റ് അംഗീകരിക്കുന്നില്ല. അവർക്ക് താല്പര്യമുള്ള ഒരു ഭരണകൂടത്തെ കൊണ്ടുവരാൻ വേണ്ടി അവർ ചില കളികളൊക്കെ നടത്തുന്നു. അങ്ങനെ മുഹമ്മദ് യൂനിസ് സർക്കാരിനെ അവർ മുന്നോട്ട് കൊണ്ടുവരുന്നു. ഇപ്പോൾ ഈ ജേക്ക് സളിവൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രതിനിധി ഇവരുമായിട്ട് സംസാരിക്കുന്നത് എന്തിനാണ്, ഒരു കാരണവശാലും റഷ്യയുടെ മുന്നേറ്റത്തെ അല്ലെ റഷ്യയുടെ ഈ പദ്ധതിയെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കരുത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെയാണ്. ഇപ്പം ഇന്ത്യ ആയിരുന്നു ആദ്യം ബംഗ്ലാദേശ് ടാർഗറ്റ് ചെയ്തത് അല്ലേ, ഇന്ത്യയിലെ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നു, ഇന്ത്യയുടെ നീക്കങ്ങൾ അവസാനിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അത് ചെന്ന് റഷ്യയ്ക്ക് കൊണ്ടു. പക്ഷേ റഷ്യ അത് സഹിക്കില്ല. റഷ്യ പറയുന്നത് ഞങ്ങളുടെ ഒരു കമ്പനിയെ കുറ്റക്കാരാണെന്ന് ആരോപിച്ച് അനാവശ്യമായ ഇടപെടൽ നടത്തിയാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അമേരിക്ക ഇതിനകത്തൊരു കളി കളിച്ചെങ്കിലും വിചാരിക്കാത്ത രീതിയിൽ റഷ്യ പ്രതികരിച്ചു. അപ്പോൾ ഇന്ത്യക്കും അതൊരു ഗുണമാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് എന്തൊക്കെ കളി കളിക്കുന്നോ അതിനെതിരെ ഇന്ത്യ പ്രതികരിക്കുമ്പോൾ ഫുൾ സപ്പോർട്ടുമായിട്ട് റഷ്യ വരുന്നു. അപ്പോൾ റഷ്യ ഒരു ആണവ നിലയം അവിടെ സ്ഥാപിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടുത്തെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ട് 10 വർഷം മുമ്പ് ഉണ്ടാക്കിയ കരാറാണ്. ഈ കരാറിൽ ഇന്ത്യയെ കൂടെ സഹകരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് റഷ്യയാണ്. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് റഷ്യക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ബംഗ്ലാദേശ് ഇവിടെ കളിക്കുന്നത് ഡീപ് സ്റ്റേറ്റിന്റെ സഹായത്തോടെ ഇന്ത്യക്കെതിരായ ഒരു മുന്നേറ്റമാണ്. ആത്യന്തികമായി അത് റഷ്യക്കെതിരെയുള്ള ഒരു നീക്കമായിട്ട് മാറുന്നു. അങ്ങനെയാണെങ്കിൽ പുടിൻ ഒരുപക്ഷെ ഈ പ്രശ്നത്തിൽ ഇടപെടാം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ മുന്നിട്ടിറങ്ങിക്കോ, ഞങ്ങൾ പുറകിലുണ്ട്. അപ്പോൾ റഷ്യൻ സൈനിക സഹായം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മുഹമ്മദ് യൂനിസ് ഒക്കെ ഇനി കണ്ടം വഴി ഓടേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. പക്ഷേ അവിടെ വേറൊരു കാര്യം കൂടി, അതായത് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ കാലഘട്ടത്തിലാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം നെക്സ്റ്റ് വരാൻ പോകുന്ന ട്രംപാണ്. ട്രംപ് ഒരുപക്ഷെ അധികാരത്തിൽ വരുമ്പോൾ ഈ ഇന്ത്യയുമായുള്ള സൗഹൃദത്തിന്റെ ഒക്കെ ഇത് വെച്ച് നോക്കും. മാത്രമല്ല ഈ ബംഗ്ലാദേശിലെ ഈ തീവ്രവാദ ഭരണകൂടത്തിന് ട്രംപിന് തീരെ സഹിക്കുകയും അദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ല. അപ്പോൾ ഈ അമേരിക്കയുടെ നിലപാടുകളൊക്കെ മാറാനുള്ള ഒരു സാധ്യതയും കൂടി ഇല്ലേ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഈ ചൈനയുടെ ചില ഇടപെടൽ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. ഇത് അമേരിക്കയ്ക്ക് ഇഷ്ടമല്ല. പക്ഷേ അമേരിക്ക ഒന്നും മിണ്ടുന്നില്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നാളെ ഒരു കാലത്ത് ചൈനയെ ഉപയോഗിച്ച് ബംഗ്ലാദേശിൽ നിന്ന് ഒരു അടി ഇന്ത്യക്ക് കൊടുക്കാം. അപ്പോൾ ഒരു അടി അവിടെ കിട്ടിക്കോട്ടെ, അപ്പോൾ ചൈനയുമായിട്ടൊരു സഹകരണത്തിലൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോൾ പാകിസ്ഥാൻ്റെ ഒരു പിന്തുണയുമുണ്ട്. അപ്പം ചൈന ഈ ബംഗ്ലാദേശിലെ തീവ്രവാദ ഗ്രൂപ്പുകളോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നത് അമേരിക്ക കണ്ണടച്ച് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ നടത്തിക്കോട്ടെ, നാളെ ഒരു അടി കൊടുക്കാമല്ലോ എന്ന്. അപ്പോൾ ജോ ബൈഡൻ സർക്കാരാണ് ഇവിടെ ഈ അട്ടിമറി നടത്തിയത്. അതായത് ഡീപ് സ്റ്റേറ്റിൻ്റെ സഹായത്തോടെ ബൈഡൻ സർക്കാർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. അമേരിക്കയെ അപ്പോൾ ഇന്ത്യക്കെതിരെ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് ഒരു കൂട്ടുകക്ഷി സഖ്യം ഉണ്ടാകുന്നു. എന്നിട്ട് അമേരിക്കയുടെ ബാഹ്യ പിന്തുണ ഉണ്ടാകുന്നു. അങ്ങനെ ഇന്ത്യക്കെതിരെ അടി കൊടുക്കാം. അപ്പോൾ നിലവിൽ ഇന്ത്യക്ക് ചൈന അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ട്. ബംഗ്ലാദേശിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രശ്നമുണ്ടായപ്പോൾ നമുക്ക് മനസ്സിലായി ബംഗ്ലാദേശിൽ നിന്ന് പണി കിട്ടുമെന്ന്. അപ്പോൾ ജോ ബൈഡൻ മാറിയിട്ട് ഇനി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഈ നിലവിൽ ഉള്ള സ്ഥിതിക്കൊക്കെ മാറ്റം ഉണ്ടാകും. അപ്പം ആ ട്രംപ്
അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഷേഖ് ഹസീനയെ മറ്റൊരു കേസിൽ കൂടി പെടുത്തി അപകടത്തിലാക്കിയാണ് യൂനിസ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ യു എസിനെ നമ്മളിപ്പോൾ പിണക്കുന്നില്ല. കാരണം യു എസിനെ പിണക്കാത്തതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുമായിട്ട് നല്ല വ്യാപാര ബന്ധം അമേരിക്കയ്ക്കുണ്ട്. കാരണം നമ്മുടെ എക്കണോമിക് ഗ്രോത്തിന് ഒരു വലിയ സഹായമായത് അമേരിക്കയുമായി ട്രേഡ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരിട്ട് അമേരിക്കയെ പിണക്കുന്നില്ല. മറ്റൊരു കാര്യം പാർത്തൻ പറഞ്ഞതുപോലെ 20-ാം തീയതി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ജോ ബൈഡന്റെ നിഗൂഢ ലക്ഷ്യം എന്താണെന്ന് വെളിപ്പെടും. ഇപ്പൊ ഇവിടെ ഒരു പവർ പ്ലാന്റ് നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ വൈദ്യുതി പ്രശ്നത്തിന് പരിഹാരം കാണാനാണ്. അങ്ങനെ പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് റഷ്യ കൊണ്ടുവന്ന ഈ പറയുന്ന റോസാറ്റം കമ്പനിയുടെ പദ്ധതി ഉണ്ടല്ലോ, അത് നടന്നോട്ടെ, ഇന്ത്യ സപ്പോർട്ട് ചെയ്തോട്ടെ, സഹായിച്ചോട്ടെ, അവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനല്ലേ. അപ്പൊ ജോ ബൈഡന്റെയും ഡീപ് സ്റ്റേറ്റിന്റെയും ഉദ്ദേശം ഫലിക്കില്ല. അതുകൊണ്ടാണ് ജനുവരി 20-ന് മുമ്പ് ഇത്തരത്തിലുള്ള അഴിമതി വിരുദ്ധ പദ്ധതി അവിടെ നടപ്പാക്കി, അല്ല അഴിമതി വിരുദ്ധ സർക്കാരിനെ രൂപീകരിക്കുന്നു, അഴിമതി വിരുദ്ധ കമ്മീഷൻ അവിടെ അന്വേഷണം നടത്തുന്നു. എന്നിട്ട് ബംഗ്ലാദേശ് സർക്കാരിന് വേണ്ടി ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. $5 ബില്യൺ ഷേഖ് ഹസീനയും മകനും അനന്തരവളും കൂടി ചേർന്ന് തട്ടിയെടുക്കുന്നു പറയുന്നു. അപ്പം ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഈ കുറ്റം ചാർത്തി ഷേഖ് ഹസീനെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിക്കാം. പക്ഷേ അത് ഇന്ത്യ സമ്മതിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യക്ക് ഇത്തരത്തിൽ രാഷ്ട്രീയ അഭയം തേടി വരുന്നവരെ മറ്റൊരു രാജ്യത്തിലേക്ക് കൊടുക്കുന്നതിന് ചില കരാറുകളൊക്കെ ഉണ്ട്. ആ കരാറുകളൊന്നും ലംഘിച്ച് മുന്നോട്ട് പോയില്ല. ഒപ്പം അമേരിക്കയുടെ പിന്തുണയോടെ കളിക്കാൻ വന്നാൽ ഇനി അടിക്കാൻ നിൽക്കുന്ന ആരാ? റഷ്യയാണ്. അപ്പോൾ റഷ്യയും ഇന്ത്യയും കൂടെ ഒന്നിച്ചൊരു സഖ്യവുമായിട്ട് നിന്നാൽ ബംഗ്ലാദേശിന് വലിയ അടി തന്നെ കിട്ടും. അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇനി ഇതിനെ കൈകാര്യം ചെയ്യുന്നതെന്ന് അറിയത്തില്ല. റോസ് ആറ്റം സ്റ്റേറ്റ് കോർപ്പറേഷൻ പറയുന്നത് ഞങ്ങളുടെ താല്പര്യങ്ങൾ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സുതാര്യമാണ്, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കോടതിയിൽ ഞങ്ങളിത് വെളിവാക്കാൻ തയ്യാറുമാണ്. അപ്പോൾ ഞങ്ങളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വന്നാൽ ഞങ്ങൾ നല്ല അടി തരാം. ഇന്ത്യ ആയിരുന്നു ടാർഗറ്റ്, പക്ഷേ അതിനകത്ത് റഷ്യയും കൂടെ വന്നപ്പോഴത്തേക്ക് ബംഗ്ലാദേശിന് പണിവാളി എന്ന് പറയാം. അല്ലേ? തീർച്ചയായും. ഇനിയിപ്പോൾ ബംഗ്ലാദേശിനെ ഈ തരത്തിൽ പോവുകയാണെങ്കിൽ റഷ്യയും കൂടി ശത്രുവാക്കി ഇന്ത്യയും റഷ്യയും അമേരിക്കയും കൂടി ചേർന്ന് ബംഗ്ലാദേശിന് പണി കൊടുക്കുമെന്നാണ് തോന്നുന്നത്. അവസാനം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതാകുന്ന പറയാൻ പറ്റില്ലാതായിരിക്കും ഉണ്ടാവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.